കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്ന അപവാദം മാറ്റിയെടുക്കാൻ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള LDF സർക്കാരിന് കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഒരനുഭവം ഞാൻ പറയാം. കുറച്ചു നാൾ മുൻപ് ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള വ്യവസായ ഗ്രൂപ്പിനെ നമ്മുടെ വ്യവസായ മന്ത്രി കൂട്ടി എൻ്റെ അടുത്ത് വന്നു. അവർ കാണാൻ വേണ്ടി വന്നതാണ്, കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പൊ അവര് പറയാണ്, ഒരു സ്ഥാപനം തുടങ്ങാൻ അവരുദ്ദേശിക്കുന്നു. സ്ഥാപനം തുടങ്ങുമ്പോൾ ഉള്ള ആ പദ്ധതിയുടെ നിക്ഷേപ തുക കേട്ടപ്പോ പെട്ടെന്നൊരു അമ്പരപ്പുണ്ടായി. എത്രയാണെന്നറിയോ? 3,60,000 കോടി രൂപ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? കേരളീയരെല്ലാവരും എന്താണ് നിങ്ങൾ കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പൊ അവര് പറയാണ്, ഇതുപോലെ വർഗീയ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു നാട് വേറിയതുണ്ട്, ഇവിടെയാണ് സമാധാനം, അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം. ഞങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഇവിടെ സുരക്ഷിതമാകുമെന്ന് കാണുന്നു. ഇതാണ് കേരളം. ഈ മാറ്റം നാം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി എന്നതില് വലിയ തോതിൽ അഭിമാനം കൊള്ളാറുണ്ട്. ഒരുപാട് പണികൾ നമ്മൾ അതിലെടുത്തിട്ടുണ്ട്. അതിന്റെ കഥകളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. എന്നാൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ നിന്ന് ഒന്നുകൂടി മാറി നിക്ഷേപിക്കാൻ പറ്റിയ ഏക സംസ്ഥാനം കേരളം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമായാണ്, ഈ വേറിട്ട് നിൽപ്പിന്റെ ഭാഗമായാണ്. എന്തിന് LDF അധികാരത്തിൽ വരണം എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ 2016 അനുഭവം നമ്മൾ ഓർക്കണം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ നാട് അനുഭവിച്ച തകർച്ച, എല്ലാ മേഖലയും പിന്നോട്ട് പോയ കാലം. അങ്ങനൊരു കാലത്ത് ഇനി ഇത് ആർക്കും നന്നാക്കാനാകില്ല, എന്റെ നാട് ഇങ്ങനെയായിപ്പോയി, ആര് വിചാരിച്ചാലും നന്നാകില്ല എന്ന് ചിന്തിച്ച നാട്ടുകാര്. ആ ഘട്ടത്തിലാണ് LDF കൃത്യമായ പരിപാടി മുന്നോട്ട് വെക്കുന്നത്. ആ പരിപാടിയെ ജനങ്ങൾ പിന്താങ്ങി. അതിന്റെ ഭാഗമായാണ് LDFനെ അന്ന് ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്.